അപ്പോൾ ബക്ലാവയുടെ മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബക്ലാവയുടെ ഷീറ്റ് നമുക്ക് പരത്തിയെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാവ് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി മാവ് നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കണം. ഇനി അതിന് ഈക്വലായിട്ട് 8 കട്ട് ചെയ്യണം. ഇപ്പോൾ 8 കട്ട് ചെയ്ത ശേഷം ഇനി ഓരോ ഉരുള എടുത്തിട്ട് നമ്മളൊന്ന് ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി നല്ലൊരു സ്മൂത്ത് ബോളാക്കി എടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഉണങ്ങിപ്പോകാൻ തുറന്ന് വെച്ചാൽ അപ്പോൾ അത് അടച്ച് വയ്ക്കണം. ഇനി ഓരോ ഉരുള എടുത്തിട്ട് നമ്മളൊന്ന് പരത്തണം. ഇതിൽ ചേർക്കേണ്ടത് മൈദയല്ല. പരത്തുമ്പോൾ നമ്മൾ മൈദ എടുക്കരുത്, കോൺഫ്ലോർ മാത്രമേ എടുക്കാവുള്ളൂ. ഇപ്പോൾ ഒരു പൂരിയുടെ സൈസിൽ ഓരോ ഉരുള പരത്തിയെടുക്കണം. ഇപ്പോൾ ആദ്യം ഞാൻ 4 പരത്തിയെടുത്തിട്ടുള്ളത്. ബാക്കി 4 മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മൾ പരത്തിയെടുത്ത മാവിൻ്റെ മുകളിലേക്ക് നല്ലതുപോലെ കോൺഫ്ലോർ ഇടണം. ഇനി അതിൻ്റെ മുകളിലേക്ക് അടുത്ത നമ്മൾ പരത്തി വെച്ച മാവ് എടുത്ത് വയ്ക്കണം. അങ്ങനെ ഓരോന്നും ഇതിൻ്റെ മുകളിലായിട്ട് ലെയറാക്കി വയ്ക്കണം. ഇനി കുറച്ചും കൂടെ കോൺഫ്ലോർ ഇട്ടിട്ട് നമുക്ക് ഈ മാവ് പരത്തിയെടുക്കാം. അപ്പോൾ മാവ് പരത്തുമ്പോൾ മാവിൻ്റെ ആ സൈഡിലേക്ക് വേണം ആദ്യം പരത്താനായിട്ട്. മിഡിലിൽ ആദ്യം പരത്തരുത്. അപ്പോൾ എല്ലാ സൈഡും പരത്തി കഴിഞ്ഞിട്ട് നമുക്ക് നടുഭാഗത്ത് പരത്താം. ഒരുവിധം അത് വലുതായി കഴിയുമ്പോൾ നമ്മളത് ഓരോ ഷീറ്റ് എടുത്ത് മാറ്റിയ ശേഷം ഓരോ ഷീറ്റിൻ്റെ മുകളിലേക്ക് വീണ്ടും കോൺഫ്ലോർ ഇടണം. ഇപ്പോൾ പിലോ ഷീറ്റ് പരത്താനായിട്ട് അല്ലെങ്കിൽ ബക്ലാവയുടെ ഷീറ്റ് പരത്താനായിട്ട് ഉപയോഗിക്കുന്ന ഇതേപോലെ നീളമുള്ള കോലാണ്. ഇതിനധികം വണ്ണമില്ല, ഇതിൻ്റെ വണ്ണം കുറഞ്ഞ കോലാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് സാധാരണ നമ്മൾ ഇത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി കോലാണെങ്കിലും മതി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇതേപോലെ ഉരുണ്ട എന്തെങ്കിലും കോലുണ്ടെങ്കിൽ അതെടുത്താലും മതി. എന്നിട്ട് ഓരോ ഷീറ്റും ആദ്യം ഈ കോലിലേക്കൊന്ന് ചുരുട്ടിയെടുക്കണം. ഞാൻ റോളിംഗ് പിന്നിൽ നിന്ന് ഓരോ ഷീറ്റും എടുത്ത് നമുക്കിങ്ങനെ ഇടാം.